KNM വിദ്യാഭ്യാസ ബോർഡ് സംഘടിപ്പിക്കുന്ന മദ്രസ അധ്യാപക സമ്മേളനത്തിൻ്റെ പ്രമേയം നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അറിവ്, അധ്യാപനം, സമൂഹ നിർമ്മിതി, ഈ 3 കാര്യങ്ങളാണ്. ഈ 3 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന 3 സെഷനുകളാണ് ഇവിടെ തുടർന്നുകൊണ്ട് നടക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ സെഷൻ അറിവ് എന്നതാണ്. ആ സെഷൻ ആരംഭിക്കുകയാണ്. ആ പരിപാടിയിൽ നമ്മളെ മനസ്സിലാക്കിയതുപോലെ യഥാർത്ഥത്തിൽ ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിന് അള്ളാഹു ആദ്യം ഓർമ്മപ്പെടുത്തിയ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്നതാണ്. യഥാർത്ഥത്തിൽ എല്ലാ വസ്തുവിൻ്റെയും പേരും പൊരുളും കണ്ടെത്താനും അറിയാനും മനസ്സിലാക്കാനും അന്വേഷിക്കുവാനുമുള്ള ലോകത്ത് എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യന് മാത്രം നൽകപ്പെട്ടിരിക്കുന്ന അപാരമായ അനുഗ്രഹത്തിൻ്റെ തുടക്കമായിരുന്നു അതോടുകൂടി നിർവഹിക്കപ്പെട്ടത്. എന്നാൽ അതോടൊപ്പം തന്നെ ആദം അലൈഹി ഇസ്ലാമിന് തുടർന്നുകൊണ്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഭൗതികമായ വിജ്ഞാനത്തിലൂടെ മനുഷ്യൻ തലമുറകളിലൂടെ വളർന്നുകൊണ്ടിരിക്കെ തന്നെ അവനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റാൻ ആവശ്യമായ വെളിച്ചം ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് മുഴുവൻ ലഭ്യമാകുന്ന ഹുദയെക്കുറിച്ച് അടിസ്ഥാനപരമായ ആത്മീയമായ നമ്മുടെ ബോധത്തെ സംബന്ധിച്ചിടത്തോളം ഉണർത്തപ്പെടുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 രംഗത്തുമുള്ള വൈജ്ഞാനികമായ വികാസത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ നമുക്ക് പ്രചോദകമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മരിച്ചതിന് ശേഷം അവശേഷിക്കുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പരാമർശിച്ച കൂടെ ഇൽമുൻ യുന്തഫഹു ബിഹി, നമുക്ക് പ്രയോജനകരമായിരിക്കുന്ന ജ്ഞാനം ഉൾക്കൊള്ളുന്നു എന്ന് കാണാൻ സാധിക്കും. അവസാനമായി കടന്നു വന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ആദ്യമായി ഉണ്ടായിരുന്ന കൽപ്പന ഇഖ്റ, നീ വായിക്കുകയാകുന്നു എന്ന കൽപ്പനയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അറിവിന്, വിജ്ഞാനത്തിന്, ആ അന്വേഷണത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം അത് ചർച്ച ചെയ്യപ്പെടുന്ന ഈ വേദിയിൽ നമ്മളുമായി ആദ്യമായി സംവദിക്കുന്നത് വിശ്വാസം, വിജ്ഞാനം, അന്വേഷണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതനായ പ്രമുഖ പണ്ഡിതനും വാഗ്മിയും കയ്പമംഗലം ജാമിയ ബുസ്താനുൽ-ഉലൂമിൻ്റെ ഡയറക്ടറുമായിരിക്കുന്ന അഹമ്മദ് അനസ് മൗലവിയാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമത് നമ്മളോട് സംവദിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തുകയും ആ രംഗത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മഹത് വ്യക്തിത്വം അഡ്വക്കേറ്റ് നജ്മൽ ബാബു കൊരമ്പയിൽ അവർകളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യമായി സംസാരിക്കാൻ വേണ്ടി മുഹമ്മദ് അനസ് മൗലവി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.